അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടുംപാടം. ഫോൺ 8943918334 8943918335. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും പോത്തുകൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു മാർക്കറ്റിംഗ് സ്റ്റഡി നടത്തി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും ഏത് സംരംഭവും വിജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നലെ നമ്മുടെ വികസന സെമിനാറായിരുന്നു. അതിനകത്ത് നിങ്ങൾ ആ ബുക്ക് വായിച്ചു നോക്കിയാൽ നമ്മൾ ഏതാണ്ട് 23 ലക്ഷം രൂപ നമ്മുടെ ഈ ചെറിയ പഞ്ചായത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വനിതകൾക്കും അതല്ലാതെയുമുള്ള ചെറിയ സംരംഭങ്ങൾക്ക് നമ്മൾ അത്രയും തുക നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ സഹായമുണ്ട്, രാഹുൽ സാറിന്റെ അടുത്തിരിപ്പുണ്ട്. ഏത് നല്ല പദ്ധതിയും ഏത് ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്ന പദ്ധതിക്കും അവർ ലോൺ കൊടുക്കുന്നതിന് ഒരു മണിയും അവർക്ക്. പക്ഷേ അത് ലോൺ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് അത് തിരിച്ചു കിട്ടണമല്ലോ. കാരണം ആരുടെയെങ്കിലും ഒക്കെ ഡെപ്പോസിറ്റാണ് ലോണായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്ന ലോൺ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഒരു വാണിജ്യ സ്ഥാപനം, ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രഥമമായ ഒരു അനിവാര്യമായ ഒരു ഘടകമാണല്ലോ. അപ്പൊ അത് അവർ നോക്കും. നമുക്ക് ലോൺ കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമോ എന്ന് നോക്കും. അങ്ങനെ തിരിച്ചു കിട്ടുന്ന സാധ്യതയുള്ള ഏത് സംരംഭത്തിനും അവർ ലോൺ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ തൊട്ടടുത്ത് SBIയുടെ അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവർ തയ്യാറാണ്. മറ്റ് പല ബാങ്കുകളും അത്തരം നല്ല സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ലോൺ കൊടുക്കാൻ പണം ഒരു പ്രശ്നമല്ല ഇന്നത്തെ കാലത്ത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ കുടുംബശ്രീയിലെ അയൽക്കൂട്ടങ്ങളൊക്കെ 20 ലക്ഷവും 15 ലക്ഷവും ഒക്കെ ഒരയൽക്കൂട്ടത്തിന് 10 ലക്ഷവും ഒക്കെ ഒരയൽക്കൂട്ടം ലോൺ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പണം ഒരു പ്രശ്നമല്ല, മറിച്ച് ആ പണം നമ്മൾ എങ്ങനെ ലാഭകരമായി വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ കാര്യം. എന്തായിരുന്നാലും ഒരു 10-55ഓളം ആളുകൾ ഇങ്ങനെ സംരംഭകരാകാനായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവുകയും ഉജേഷ് സാറടക്കമുള്ള ധനീഷ് അടക്കമുള്ള ആളുകൾ നിങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനൊക്കെ തയ്യാറാവുന്ന സാഹചര്യത്തിൽ ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി നമുക്ക് അതോടൊപ്പം തന്നെ ഇവർ പറയുന്നതിനപ്പുറത്ത് തന്നെ നമുക്കൊരു മാർക്കറ്റിംഗ് സ്റ്റഡി നമുക്കുണ്ടാവണം. ഇതെങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അങ്ങനെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ഉണ്ടാവും. ആ സംരംഭത്തിന് അതിൻ്റെ പൊടിയൊക്കെ തട്ടിയെടുത്ത് അതൊക്കെ എങ്ങനെ ഭംഗിയാക്കി എടുക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ കുറെ കൂടി മെച്ചമാകാനും അതൊന്നുകൂടി ബലപ്പെടാനൊക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും. വൈസ് പ്രസിഡന്റ് കെ സറഫനീസ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് സബ്സിഡികൾ, സംരംഭ സംബന്ധമായ ലൈസൻസുകൾ, ബാങ്ക് ലോൺ, MSME ഇൻഷുറൻസ് സ്കീം എന്നിവയെക്കുറിച്ച് വ്യവസായ വികസന വകുപ്പ് ഓഫീസർ ബ്രിജേഷ് ഏറക്കൽ, വ്യവസായ വാണിജ്യ വകുപ്പ് പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ KK സംഗീത, അരുൺകുമാർ എന്നിവർ ക്ലാസ് എടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP സാദിഖ് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമൽ, ധനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.